നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഷങ്കായിലുള്ള ഒരു ചോക്ലേറ്റ് ഫാക്ടറിയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ഈ സ്വിറ്റ്സർലൻഡിലൊക്കെ കണ്ടിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കൺസെപ്റ്റിൽ ഷങ്കായിൽ കണ്ട ഒരു ചോക്ലേറ്റ് ഫാക്ടറി സെറ്റപ്പാണ് കേട്ടോ. ഒരു മ്യൂസിയമാണ്, ചോക്ലേറ്റ് മ്യൂസിയം ആണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് കയറിയപ്പം കംപ്ലീറ്റ് കൊക്കോയുടെ ചെടികളും എല്ലാം അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർ അത് കണ്ട് കാഴ്ചകൾ കണ്ട് അതിൻ്റെ ഒത്തിരി റൈറ്റപ്സും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ചൈനീസിലാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേരത് കണ്ട് ആസ്വദിച്ച് അതിൻ്റെ അത് എവിടെ നിന്നാണ് ഉണ്ടായത്, പിന്നെ കൊക്കോ പ്രൊഡക്ഷനെ പറ്റിയും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ചോക്ലേറ്റ്സിൻ്റെ സാമ്പിളുകളും എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിലൊക്കെ ഇങ്ങനെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ചോക്ലേറ്റ് മ്യൂസിയത്തിനെ പറ്റിയുള്ളത് കേട്ടോ. അതേപോലെ തന്നെയുള്ള സെറ്റപ്പാണിത്. പിന്നെ അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് വിവരണങ്ങളും അതിൻ്റെ പ്രൊഡക്ഷൻ രീതികളും എങ്ങനെയാണത് മാനുഫാക്ചർ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും കൊക്കോയുടെ വിവിധ തരത്തിലുള്ള കൊക്കോകൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു ചോക്ലേറ്റ് മ്യൂസിയമാണിത്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ സെയിലുണ്ട്. രാജ്യത്ത് വിവിധ തരത്തിലുള്ള ചോക്ലേറ്റ്സുകൾ അതിൻ്റെ ഒരു ഷോറൂമുകളുണ്ട്. നമുക്ക് റീറ്റെയിൽ പർച്ചേസും ഉണ്ട്, അവിടെ ഷോപ്പുകളുണ്ട്. നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള സാമ്പിളുകൾ കിട്ടും, അതുപോലെ നമുക്ക് വാങ്ങാനും പറ്റും. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കുറച്ച് ചോക്ലേറ്റ്സുകൾ വളരെ ബാഗിൻ്റെ ടൈപ്പിൽ ചോക്ലേറ്റുകൾ, അതിൻ്റെ ഒരു ഡിസ്നി ലാൻഡിൻ്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ്, അങ്ങനെ കുറേ ഡിസ്പ്ലേകൾ ചോക്ലേറ്റ്സിൻ്റെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മാറി മാറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഒത്തിരി ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവിടെ. അതിമനോഹരമായ ചോക്ലേറ്റുകളാണ് കേട്ടോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല ഇന്നോവേറ്റീവായിട്ടുള്ള കുറേ ഡിസൈൻസും ഉണ്ട്. പിന്നെ കുറേ ഫോട്ടോ പോയിൻറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മുകളിലേക്കും ഉണ്ട് ഫ്ലോറിൽ പല മ്യൂസിയത്തിൻ്റെ. നമ്മൾ അങ്ങോട്ടേക്കൊന്നും കയറിയില്ല. പിന്നെ മുന്നോട്ട് നടന്നപ്പം ഇത് തന്നെ ഷോപ്പിങ്ങിനുള്ള ഒരു ചോക്ലേറ്റ് ഷോപ്പിങ്ങിനുള്ള എല്ലാവിധ തരത്തിലുള്ള ചോക്ലേറ്റുകളും അതിൻ്റെ ആക്സസറീസും എല്ലാ കാര്യങ്ങളും തന്നെ അതിനായിട്ടുള്ള ഒരു വലിയൊരു ഷോപ്പാണ് ഇവിടെ. മുന്നോട്ട് പോകുമ്പോൾ കേട്ടോ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിയെടുക്കാൻ പറ്റും. പലതരത്തിലുള്ള സാധനങ്ങൾ, ചൈനീസ് ചോക്ലേറ്റ്സ് ഉണ്ട്, ഫോറിൻ ചോക്ലേറ്റ്സ് ഉണ്ട്, എല്ലാം തന്നെ അവിടെ ഉണ്ട്. നിറയെ തിരക്കുണ്ട് കേട്ടോ. ആൾക്കാർ സ്കാറ്റേഡ് ആയതുകൊണ്ട് അത് കാണാത്തതാണ്. സാമാന്യം തിരക്കുണ്ട്. ഇതൊരു വർക്കിംഗ് ഡേയിലാണ്, എന്നിട്ട് പോലും ഇത്രയും തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങളത് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. കണ്ടാൽ അതൊക്കെ നമുക്കൊന്ന് എടുത്ത് കഴിക്കാനൊക്കെ തോന്നും. പിന്നെ ചിലയിടത്ത് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ടോയ്സും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും പ്രൈസ് ലിസ്റ്റിംഗ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് ശരിക്കും ഒരു ഷോപ്പിംഗ് പോലെ അവിടെ കൗണ്ടറിൽ പോയി ബില്ല് പേ ചെയ്ത് പോകാവുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഒത്തിരി വരുന്നതുകൊണ്ട് കുട്ടികൾക്കുള്ള കുറച്ച് ഡിഫറെൻറ്റ് ടോയ്സിൻ്റെ രൂപത്തിലുള്ള ചോക്ലേറ്റുകളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും ഒരു ചോക്ലേറ്റിൻ്റെ ഒരു പ്രപഞ്ചമാണ് അവിടെ. ചോക്ലേറ്റിനെ പ്രേമിക്കുന്നവർക്ക് കണ്ണുകൾ കൊണ്ട് കണ്ട് വളരെ സന്തോഷപരമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ചോക്ലേറ്റിൻ്റെ കംപ്ലീറ്റ് ഒരു ലോകം തന്നെയാണ് അത് കേട്ടോ. ചോക്ലേറ്റ് മ്യൂസിയം എന്നല്ല, ചോക്ലേറ്റ് ലോകം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. സാമാന്യം നല്ല തിരക്കുകൊണ്ട് ചോക്ലേറ്റ് വാങ്ങാനായിട്ടും കേട്ടോ. നമ്മളങ്ങനെ കാഴ്ചകൾ കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ അതങ്ങനെ ചോക്ലേറ്റിൻ്റെ ഏരിയ കഴിഞ്ഞ് എക്സിറ്റ് ആയതിൻ്റെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴും അതൊരു ലീഡ് ചെയ്യുന്നതൊരു ഷോപ്പിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നതാണ്. ചോക്ലേറ്റ് കൂടാതെ പലതരത്തിലുള്ള സുവനീഴ്സിൻ്റെ ഒരു ഷോപ്പ് അവിടെ തന്നെ, അതിന് കണക്റ്റഡ് ആയിട്ടുള്ള മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെ സുവനീഴ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അവിടെ. വാങ്ങുന്നതും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും വാങ്ങാനും പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളതെല്ലാം കണ്ട് അങ്ങ് മുന്നോട്ട് നടക്കുകയായിരുന്നു. ഒരു വലിയ ഏരിയയാണ്. ഒരു സൈഡുകളൊക്കെ കയറി കഴിഞ്ഞാൽ കുറേ നേരം നടന്ന് കണ്ട് പുറത്തേക്ക് പോകാനുള്ള വഴികളുണ്ട്. ഒത്തിരി നേരം തന്നെ നടക്കാനുണ്ട് കേട്ടോ. കുട്ടികളുമായിട്ട് വരുന്നവർക്ക് ഒത്തിരി ആസ്വദിക്കാൻ പറ്റും. ഒത്തിരി ചോക്ലേറ്റ് ആണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളാണെങ്കിലും ഒക്കെ അവിടെയുണ്ട്. പോക്കറ്റിൽ കുറച്ച് കൂടുതൽ പൈസ കരുതിയാൽ മാത്രം മതി കേട്ടോ. പൈസയല്ല, ഇവിടെയുള്ള ലോക്കൽ കറൻസി. അപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോഴാണ് കുറേ തരത്തിലുള്ള വളകളോ എന്തൊക്കെയോ സാധനങ്ങൾ, ഇതിൻ്റെ പേരുകളൊന്നും പലതിൻ്റെ എനിക്കറിയില്ല. പിന്നെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സിൽവറിൻ്റെ ബാംഗിൾസും പിന്നെ ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം.
പിന്നെ അങ്ങനെയുള്ള സോനിയേഴ്സും പിന്നെ അങ്ങനെയുള്ള ഗിഫ്റ്റ് ഐറ്റംസും അതിൻ്റേതായിട്ടുള്ള ഒരു ഏരിയ തന്നെയുണ്ട് അവിടെ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ള പല സാധനങ്ങളും പേരും നമുക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല ട്രെൻഡിയും നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പതുക്കെ കാഴ്ചകൾ ആസ്വദിച്ച് അങ്ങനെ നമ്മൾ നടന്നു. പിന്നെ അങ്ങനെ ഇതൊരു ഷോപ്പിങ്ങിനും കൂടെ അവർ പ്രാധാന്യം നൽകിക്കൊണ്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങ് മുന്നോട്ട് നടന്നപ്പോഴാണ് കണ്ടത്, അതിൻ്റെ ഒരു എക്സിറ്റിലേക്ക് പോകുമ്പോൾ ഒരു ഡ്രാഗണെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഭയങ്കര രസമായിരുന്നു കാണാൻ കേട്ടോ. ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതൊരു ഭയങ്കര ഒരു അട്രാക്റ്റീവാണ്. അത് നേരെ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. സ്ട്രീറ്റിൽ എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ കൂടെ എൻട്രി ഉണ്ട്, പക്ഷേ ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഒരു മെയിൻ എൻട്രൻസിൽ കൂടെയാണ് കയറിയത്. അപ്പം ഇത് എക്സിറ്റിലേക്ക് വന്നപ്പോഴാണ് ഈ ഡ്രാഗണിൻ്റെ ഒരു ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടെ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ആ ഒരു ഏരിയ ഒന്നുകൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഷങ്കായിലെ ഒരു ബണ്ടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പോപ്പുലറായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്, ബണ്ട് ഏരിയ എന്ന് പറയും. ഇതാണ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് എൻട്രൻസ് ഉള്ളത് കേട്ടോ. അവിടെ വിവിധ തരത്തിലുള്ള ചോക്ലേറ്റ് ഫൗണ്ടൻസും അതെല്ലാം തന്നെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എന്തെങ്കിലും കാഴ്ചകൾ, ചൈനയെ പറ്റിയുള്ള കാഴ്ചകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.